തിരുപ്പിറവി ദേവാലയം, ദ ബസലിക്ക ഓഫ് ദ നേറ്റിവിറ്റി. സാധാരണ ഒരു ദേവാലയത്തിൻ്റെ നിർമ്മാണ രീതിയിലല്ല തിരുപ്പിറവി ദേവാലയത്തിൻ്റെ മുഖവാരം നിർമ്മിച്ചിരിക്കുന്നത്. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും ദേവാലയത്തെ സംരക്ഷിക്കാനാണ് തിരുപ്പിറവി ദേവാലയം വ്യത്യസ്തമായി നിർമ്മിച്ചത്. പലപ്പോഴായി ഉണ്ടായിട്ടുള്ള കുതിരപ്പടയാളികളുടെ പെട്ടെന്നുള്ള ആക്രമണങ്ങളെ അതിജീവിക്കുവാനാണ് ഉയരം കുറച്ച് വാതിൽ നിർമ്മിച്ചത്. ആർക്കും തലകുനിച്ച് മാത്രമേ തിരുപ്പിറവി ദേവാലയത്തിൽ പ്രവേശിക്കുവാനാവൂ. കഴുതപ്പുറത്ത് സഞ്ചരിച്ച ദൈവപുത്രൻ്റെ വിനയ സ്വഭാവം ബോധ്യപ്പെടുത്തുക എന്നതും ഇതിൻ്റെ ലക്ഷ്യമാണ്. BC 614 പേർഷ്യൻ ആക്രമണകാലത്ത് വിശുദ്ധ നാട്ടിലെ ഭൂരിഭാഗം ക്രിസ്ത്യൻ പള്ളികളും നശിപ്പിക്കപ്പെട്ടുവെങ്കിലും തിരുപ്പിറവി ദേവാലയം നശിപ്പിക്കപ്പെട്ടില്ല. ദേവാലയത്തിൻ്റെ മുഖവാരത്തിൽ ഉണ്ണീശോയെ സന്ദർശിച്ചു വണങ്ങുവാൻ പൗരസ്ത്യ ദേശത്തു നിന്നെത്തിയ 3 ജ്ഞാനികളുടെ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ടതിനാൽ ഇതൊരു പേർഷ്യൻ ദേവാലയമാണെന്ന് തെറ്റിദ്ധരിച്ച് ശത്രുക്കൾ മടങ്ങുകയാണുണ്ടായത്. BC 326 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവായ ഹെലൻ ചക്രവർത്തിനിയാണ് തിരുപ്പിറവി ദേവാലയം നിർമ്മിച്ചത്. ഇപ്പോൾ നിലനിൽക്കുന്ന പള്ളി BC 530 ജസ്റ്റീനിയൻ ചക്രവർത്തി നിർമ്മിച്ചതാണ്. ദേവാലയ ഹാൾ വശങ്ങളിലായി 4 ഇടനാഴികളായി തിരിച്ചിരിക്കുന്നു. ചുണ്ണാമ്പുകല്ലിൽ പണിതീർത്ത 12 വീതമുള്ള 4 നിര തൂണുകളാണ് ദേവാലയത്തിലെ പ്രധാന ഹാളും ഇടനാഴികളുമായി വിഭജിച്ചിരിക്കുന്നത്. ദേവാലയത്തിൻ്റെ ഭിത്തികളുടെ മുകൾ ഭാഗം പുരാതനമായി ലഭിച്ച മാർബിൾ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ദേവാലയത്തിൻ്റെ അൾത്താര വെള്ളി കൊണ്ടുള്ള അനേകം തൂക്കുവിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പള്ളിയുടെ മച്ച് ഓക്കുമരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന അൾത്താരയുടെ അടിയിലാണ് തിരുപ്പിറവിയുടെ ഗ്രോട്ടോ. അതിൻ്റെ വശങ്ങൾ ധാരാളം ചിത്രങ്ങളാലും കൊത്തുപണികളാലും അലങ്കരിച്ചിരിക്കുന്നു. ഈ കവാടത്തിലൂടെയാണ് തിരുപ്പിറവിയുടെ ഗ്രോട്ടോയിലേക്കുള്ള പ്രവേശനം.
വെളുത്ത മാർബിൾ തറയിൽ യേശുവിൻ്റെ ജനനസ്ഥലം സൂചിപ്പിക്കുവാനായി ഒരു വെള്ളി നക്ഷത്ര രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ വെള്ളി നക്ഷത്രത്തിന് 14 കോണുകളാണ് ഉള്ളത്. ഈ 14 കോണുകൾ യേശുവിൻ്റെ വംശാവലിയെ സൂചിപ്പിക്കുന്നു. ഇവിടെയാണ് ഉണ്ണി യേശുവിനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞു കിടത്തിയിരുന്നത്. ആയിരത്തി 852 മുതൽ റോമൻ കത്തോലിക്കർ, അർമേനിയൻ, ഗ്രീക്ക്, ഓർത്തഡോക്സ് സഭകൾ കൂട്ടായാണ് ഈ ദേവാലയത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങൾ ഇവിടെയും ചിത്രീകരിച്ചിരിക്കുന്നു. ഈ തിരുപ്പിറവി ദേവാലയത്തിനടുത്ത് തന്നെ ഏതാനും ചെറിയ കപ്പേളകൾ കൂടിയുണ്ട്. ഔസേപ്പ് പിതാവിന് മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഹേറോദേസ് രാജാവിൻ്റെ പിടിയിൽ നിന്നും ഉണ്ണിയെയും കൊണ്ട് ഈജിപ്തിലേക്ക് രക്ഷപ്പെടുവാൻ പറഞ്ഞതിൻ്റെ സ്മരണയ്ക്കുള്ളതാണ് ഒരെണ്ണം. മറ്റൊന്ന് ഹേറോദേസ് രാജാവിൻ്റെ കൽപ്പനപ്രകാരം വധിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്കായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട സെയിൻറ്റ് കാതറിൻ ചർച്ചാണ്. ബത്ലഹേമിലെ കത്തോലിക്ക വിശ്വാസികളുടെ ഇടവക ദേവാലയം കൂടിയാണിത്. ഈ തിരുപ്പിറവി ദേവാലയം കണ്ടു മടങ്ങുമ്പോൾ സ്വന്തം ഹൃദയം ഒരു പുൽക്കൂടാക്കി ഉണ്ണീശോയെ പ്രതിഷ്ഠിക്കുവാനുള്ള ആഗ്രഹം ഓരോ തീർത്ഥാടകൻ്റെയും മനസ്സിൽ ഉയർന്നു വരും.